ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2164 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ ഹരിഹരൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നന്ദി. ഹരിഹരൻ സാറ് നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. നമുക്കൊരു 2-3 ദിവസത്തെ തുടർ ഇത് തന്നെ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചും എല്ലാം നമുക്ക് സാറ് ഇതിനകം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി സാറെത്തിയിരിക്കുന്നത് ശരീര താപനിലയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുവാനാണ്. സാറ് ഗവൺമെന്റ് സർവീസിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. IHK മാത്രമല്ല, അതുപോലെ ഒട്ടനവധി വേദികളിൽ തുടർച്ചയായി ക്ലാസ് എടുക്കുന്ന വ്യക്തിത്വമാണ്. ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഹരിഹരൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിഹരൻ സാറെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. സാറ് കുറച്ചുകൂടെ മൊബൈൽ ഒന്ന് ഉയർത്തി വെച്ച് വേണോ? ഹലോ, ഇല്ല, തല മാത്രമേ കാണുന്നു. ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം. പക്ഷെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മൊബൈൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മതിയോ? മതി. മതിയല്ലേ? ഓക്കെ. ഇപ്പൊ കാണാലോ? കാണാം. അപ്പൊ നമുക്ക് എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ മെത്തേഡിനാണ് ഇത് കൂടുതലും പ്രയോജനപ്പെടുക. ഈ തെർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെത്തേഡിനാണ് കൂടുതലും പ്രയോജനപ്പെടുക. നമ്മളൊരു കേസ് എടുത്തു കഴിഞ്ഞു, അതിന്റെ റൂബ്രിക് എല്ലാം എടുത്തു, നമുക്ക് മെഡിസിൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. പല മെഡിസിൻസ് കിട്ടി, ഇപ്പൊ 4-5 മെഡിസിൻസ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെ കിട്ടുമ്പോ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്, എൻ്റെ രീതിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഫൈനലൈസ് ചെയ്യുന്നത് ഈ തെർമൽസ് നോക്കിയിട്ടാണ് ഫൈനലൈസ് ചെയ്യുന്നത്. ഏത് മെഡിസിൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ പേഷ്യന്റിന്റെ തെർമൽസ് നോക്കിയാണ്. അപ്പം തെർമൽസ് എന്ന് പറയുമ്പോ അതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഈ നമ്മുടെ ഒരു കുട്ടി ജനിക്കുമ്പോ വാസ്തവത്തില് ജനിച്ച ഉടനെ ആണെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ ടെമ്പറേച്ചർ റെഗുലേഷൻ എന്ന് പറയുന്നത്, അതായത് തെർമൽ റെഗുലേഷൻ വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടികളുടെ ലെവലാകുമ്പോൾ, അതായത് ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ തൊട്ടാണ് ഇത് റെഗുലേഷൻ ശരിക്കും നമ്മൾ കാണുന്നത് ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് കാണുന്നത്. അപ്പം ഈ ശരിക്കും പറഞ്ഞാല് ഫിസിയോളജിക്കൽ വേരിയേഷൻസ് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് ഈ രാവിലെ ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കും, വൈകിട്ട് കൂടിയിരിക്കും, സറൗണ്ടിങ്സിനനുസരിച്ച് അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഈ ബേസിക് മെറ്റബോളിക് റേറ്റ് കൂടിയ ആൾക്കാർക്ക് ടെമ്പറേച്ചർ കൂടുതലായി ഒരു ഹോട്ടായിട്ട് കാണിക്കാറുണ്ട്. അതാണ് ബേസിക് മെറ്റബോളിക് റേറ്റ് ആണ് ഇതിന്റെ നമ്മൾ ആധികാരികമായിട്ട് സയന്റിഫിക് ആയിട്ട് നമ്മൾ കാണുന്നത്. ബേസിക് മെറ്റബോളിക് റേറ്റിനനുസരിച്ചാണ് ഈ തെർമൽസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ പത്തോളജിക്കൽ വേരിയേഷൻസ് ഉണ്ടാവും, അതായത് ഹൈപ്പർ തെർമിയ ഉണ്ടാകും. ഹൈപ്പർ തെർമിയ ഉണ്ടാകുക എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പം തന്നെ
എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഹൈപ്പർ തെർമിയ ഉണ്ടാകാം. ആ ടോക്സിക് സബ്സ്റ്റൻസ് ശരീരത്ത് പൈറോജൻസ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ബാക്ടീരിയ ഓർ പാരസൈറ്റ്സ് അങ്ങനെ ഹീറ്റ് റെഗുലേറ്റിംഗ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയും ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകും. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് ഈ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ഇത് കുറവായിരിക്കും. ബേസിക് മെറ്റബോളിക് റേറ്റ് കുറവാകുകയും അവർ കുറച്ച് ചില്ലിനെസ് കാണിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ഹീറ്റ് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ചെയ്യുന്നത് ഈ അതായത് മെയിൻറ്റൈൻഡ് കോൺസ്റ്റന്റ് ലെവലിൽ നമ്മളെ നിർത്തുന്നതിനൊരു പ്രത്യേക സംവിധാനം നമ്മുടെ ശരീരത്തുണ്ട്. അത് ഹോമിയോസ്റ്റേസിസ് ആയിട്ട് നിർത്തും. അതായത് ഉദാഹരണമായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പൊ നമ്മൾ വളരെ തണുപ്പ് കൂടിയ സ്ഥലത്ത് പോയാൽ പോലും ഈ ഹോമിയോസ്റ്റേസിസ് മെക്കാനിസം നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഈ ബോഡിയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ ഞാൻ മുമ്പേ പറഞ്ഞ മെറ്റബോളിക് റേറ്റ് അനുസരിച്ച് മെറ്റബോളിസം കൂടുമ്പോൾ ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴും ടെമ്പറേച്ചർ ഹൈ ആകും. അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് മെറ്റബോളിക് റേറ്റ്സ് കൂടുതലാകുകയും അവർക്ക് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അത് അങ്ങനെയും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ തൈറോക്സിനും അഡ്രിനലിനും പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ളവർക്ക്, ഈ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഉള്ളവർക്കും ഈ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുകയും അങ്ങനെ ഹീറ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഈ രീതിയിലാണ്. പിന്നെ ഉള്ളത് ഈ മെറ്റബോളിസത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഈ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ. അതും മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കും. അതാണ് BMR-ലെ ബേസ് ചെയ്താണ് അങ്ങനെ ഉണ്ടാവുക. പിന്നെ നമുക്കറിയാം ചില പനിയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുകയും നമുക്ക് ചില്ലുണ്ടാകുകയും ചെയ്യും. വാസ്തവത്തിൽ ചില്ലുണ്ടാകുന്നത് തന്നെ ഹീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ബോഡി ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് അത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഹൈപ്പോതലാമസ് ആണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ബ്രെയിനിലുള്ള ഒരു ഓർഗൻ. ആ ഹൈപ്പോതലാമസിന് 2 സെന്റർ ഉണ്ട്. അതായത് ഹൈപ്പോതലാമസിന്റെ 2 സെന്റേഴ്സ് ഇൻ ഹൈപ്പോതലാമസ്. ഒന്ന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് ഗെയിൻ സെന്ററും ഉണ്ട്. 2 സെന്റർ ഉണ്ട്. അത് നമ്മുടെ സറൗണ്ടിങ്സിനനുസരിച്ച്, അതായത് ആന്റീരിയർ ഹൈപ്പോതലാമസ് മോർ ഹീറ്റ് സെൻസിറ്റീവ് ന്യൂറോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇമ്പൾസസ് ഫ്രം ദി സ്കിൻ ആൻഡ് ആന്റീരിയർ ഹൈപ്പോതലാമസ് ആർ carried to posterior hypothalamus, and then appropriate decision ഹൈപ്പോതലാമസ് പോസ്റ്റീരിയർ ഹൈപ്പോതലാമസ് എടുക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഇങ്ങനെ ഇതുണ്ടാവാൻ കാരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഹനിമാൻ തന്നെ ഇത് പ്രൂവ് ചെയ്തപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ചില മെഡിസിൻസ് പ്രൂവ് ചെയ്യുമ്പോൾ പേഷ്യന്റിന് ഹോട്ടായിട്ടും ചില മെഡിസിൻ പ്രൂവ് ചെയ്തപ്പോ ചില്ലി ആയിട്ടും തോന്നി. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ചൈന അദ്ദേഹം പ്രൂവ് ചെയ്തല്ലോ. പ്രൂവ് ചെയ്തപ്പോ എന്താ ചില്ലിനെസ് ഉണ്ടായി. അതായത് കുളിര്, അസാധ്യമായ കുളിരാണ് ഉണ്ടായത്. അപ്പൊ ആ പേഷ്യന്റിന് ആവശ്യം എന്താ? ഹീറ്റാണ് ആവശ്യം. അങ്ങനെ അതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒബ്സർവ് ചെയ്യുകയും പിന്നെ അങ്ങോട്ട് അദ്ദേഹം പ്രൂവ് ചെയ്ത എല്ലാ മെഡിസിൻസിനും അദ്ദേഹം ഹോട്ട് ആൻഡ് ചില്ലി ആയിട്ട്
കൺസിഡർ ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്കറിയാം ഈ നമ്മൾ പഠിക്കുന്ന എല്ലാ മെഡിസിൻസിനും ഈ തെർമൽ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ തെർമൽ റിയാക്ഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ തെർമൽ റിയാക്ഷൻ എങ്ങനെയാണ് ഒരു മെഡിസിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ മെഡിസിന്റെ ജനറൽ സിംറ്റംസ് എടുക്കുക. ജനറൽ സിംറ്റംസ് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അത്. ജനറൽ സിംറ്റംസ് എടുത്തു കഴിഞ്ഞിട്ട് കേസ് എടുക്കുമ്പോൾ നമ്മൾ ജനറൽ സിംറ്റംസ് എടുക്കുക. അതിന്റെ ആ സിംറ്റംസിന്റെ മൊഡാലിറ്റീസ് നോക്കാം. അതായത് ഇപ്പൊ തന്നെ അർജിനൈട്രിക് എന്ന് പറയുന്ന മെഡിസിൻ ആണെങ്കിൽ അത് ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഹോട്ട് പേഷ്യന്റ് ആയി എന്ന് പറയുന്നപ്പോ അർജിനൈട്രിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എടുക്കുമ്പോൾ അതിൽ കൂടുതലും അഗ്രവേറ്റ് ചെയ്യുന്നത് ഹോട്ട് ക്ലൈമറ്റിലാണ് കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ കോൾഡിൽ അഗ്രവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ നോക്കുമ്പോൾ ഒരു 10 സിംറ്റംസ് നമ്മൾ ജനറൽസ് എടുത്ത് നോക്കുമ്പോൾ 10ൽ ചിലപ്പം 7 ഹീറ്റ് കൊണ്ട്, ചൂട് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേസമയം ആ സ്ഥാനത്ത് തന്നെ നമ്മൾ ചില്ലി ആയിട്ടുള്ള പേഷ്യന്റിന് മെഡിസിൻ എടുക്കുമ്പോൾ അതിന് അഗ്രവേറ്റ് ചെയ്യുന്നത് കോൾഡ് ക്ലൈമറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ മെഡിസിനെ വ്യക്തിയെ, അതായത് ആ മെഡിസിനെ നമ്മൾ ചില്ലി പേഷ്യന്റ് ആയിട്ട് പറയും. അപ്പം നമ്മുടെ ഹോട്ട് പേഷ്യന്റും വന്നു, ചില്ലി പേഷ്യന്റും വന്നു. അങ്ങനെയാണ് ഇത് വേർതിരിക്കുന്നത്. അത് നമ്മൾ അതിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. പിന്നെ വേറെ ചില പേഷ്യൻസ് ഉണ്ട്. അതായത് എങ്ങനത്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ജനറൽസ് കിട്ടി. 10 ജനറൽസ് എടുത്ത് കിട്ടിയപ്പം അതിൽ 8 എണ്ണവും ഹീറ്റ് കൊണ്ട്, അതായത് ഹോട്ട് അന്തരീക്ഷം ഇത് കൊണ്ടിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചുള്ള. അതില് ഒരു ഹോട്ട് വേണ്ട, ഒരു 6 എണ്ണം അഗ്രവേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ മറ്റേതില് നോക്കുമ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം ചില്ലിയാണെന്ന് വിചാരിച്ചുള്ള. ഏതാണ്ട് ഈക്വൽ അല്ല, അത് കൂടുതലും കുറവായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും ടുവേഴ്സ് ചില്ലി ഓർ ടുവേഴ്സ് ഹോട്ട് എന്ന് പറയും. അത് കേട്ടോണം. അതുപോലെ തന്നെ ഇത് ആംഫി തെർമൽ ആയിട്ടുള്ളതുണ്ട്. ആംഫി തെർമൽ അതായത് അധിക ചൂട് സഹിക്കാൻ മേല, അധികം തണുപ്പ് സഹിക്കാൻ മേല. ഈ അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് ധാരാളം കാണാം. അതായത് മെർക്കൂറിയൽ പേഷ്യൻസ് എന്ന് പറയും അവര്. മെർക്കൂറിയലായിട്ട് നമുക്ക് കാണാൻ മേല. ഇപ്പൊ ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത്, നിങ്ങൾ പൂച്ചകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ചകളെ, മൃഗങ്ങൾക്കും ഇതുണ്ട്. അതിന് മൃഗങ്ങൾക്ക് തന്നെ ഈ ശീതരക്തമുള്ളവ, ചൂട് രക്തമുള്ളവ മൃഗങ്ങൾക്കും ഉണ്ട്. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ഉണ്ട്. നമ്മുടെ ഒരു വളർത്തു മൃഗം എന്നുള്ള നിലയിൽ നമ്മൾ പൂച്ചകളെ നോക്കുകയാണെങ്കിൽ, ഈ പൂച്ചകൾക്ക് അവര് തണുപ്പ് കാലത്ത് നമ്മുടെ ബെഡേ കയറുക, ആരും അറിയാതെ നമ്മുടെ ബെഡ് നമുക്ക് അതിന് ചൂട് കിട്ടാൻ വേണ്ടി അത് കയറിക്കണം. അതേസമയം തണുപ്പ് കാലത്ത് നമ്മുടെ ബെഡേ കിടക്കും. ചൂട് കാലത്ത് അത് നമ്മുടെ മൊസൈക്ക് തറയോ ഇല്ലെങ്കിൽ ടൈല് തറയാണെങ്കിൽ അവിടെ കിടക്കും. അതൊരു മെർക്കൂറിയൽ ഒരു ആംഫി തെർമൽ ടൈപ്പാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരിലും ഉണ്ട്. അവർക്ക് അധികം ചൂട് സഹിക്കാൻ പറ്റത്തില്ല, അധികം തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന്റെ മെത്തേഡ് ഞാൻ പറയാം. അതിന് ചില ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരിക്കലും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവരുടെയൊക്കെ ചോദിക്കരുത്. ചോദിച്ചാൽ നമ്മൾ മിസ്ലീഡ് ചെയ്യും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവരിലേക്ക് നമ്മൾ അത് ഇട്ടുകൊടുക്കണം. ഇട്ടുകൊടുക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ എങ്ങനെയാണെന്ന്
പേഷ്യൻസ് പറയും. ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് വെള്ളത്തിൽ കുളിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിക്കണം. അപ്പൊ അവർ അവർക്ക് മനസ്സിലാകത്തില്ല അത് എന്ത് വെള്ളത്തിലാ കുളിക്കുന്നത്. അത് ഡോക്ടറെ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കും. അപ്പൊ നമ്മൾ ചോദിക്കണം, ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു, അത് തണുപ്പ് കാലത്ത് മാത്രമേ കുളിക്കത്തുള്ളൂ, അതോ നിങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തും നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമോ എന്ന് ചോദിക്കണം. അതാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ഒന്നില്ലെങ്കിൽ അവർ പറയും, അല്ല ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിക്കും, ഇല്ലെങ്കിൽ പറയും ഞാൻ തണുപ്പ് കാലത്ത് മാത്രമേ കുളിക്കത്തുള്ളൂ, ചൂടുകാലത്ത് ഞാൻ സാധാരണ വെള്ളത്തിലാണ് കുളിക്കും എന്ന് പറയും. അവിടെ നമുക്കൊരു ക്ലൂ കിട്ടും. അതായത് ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന്റ് മോസ്റ്റ് പ്രോബബ്ലി ചില്ലി പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അത് കേട്ടിട്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഞാൻ തണുപ്പ് കാലത്ത് ചൂടുവെള്ളത്തിലും ചൂട് സമയത്ത് ഞാൻ തണുത്ത വെള്ളത്തിലും കുളിക്കുന്നു. അതെങ്ങനത്തെ പേഷ്യന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ആംഫി തെർമൽ പേഷ്യന്റ് ആയിരിക്കും. അത് അങ്ങനെയാ നമുക്ക് കിട്ടുന്നെങ്കിൽ അത് നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കണം. ആ പേഷ്യന്റിനെ സംബന്ധിച്ച് നോട്ട് ചെയ്ത് വെക്കണം. അത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നമ്മുടെ എന്താ, നിങ്ങൾ ഫാൻ ഇട്ട് കിടക്കുമോ അതോ ഫാൻ ഇടാതെ കിടക്കും എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ഞാൻ ഫാൻ ഇട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ അത് ഫാൻ ഇട്ട് കിടക്കുമ്പോ നിങ്ങൾ പുതച്ച് കിടക്കുമോ പുതയ്ക്കാതെ? ഞാൻ പുതയ്ക്കത്തൊന്നുമില്ല ഡോക്ടർ, ഞാൻ AC ഇട്ടാലും ഞാൻ പുതയ്ക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന്റ് ഒരു ഹോട്ട് പേഷ്യന്റ്. അതേസമയം ആ പേഷ്യന്റ് തന്നെ പറയുകയാണ് ഞാൻ ഫാൻ ഇട്ടിട്ട് പുതച്ച് കിടക്കും എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന്റ് ആംഫി തെർമലാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ആള് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തണുപ്പ് കാലത്ത് ചൂടുവെള്ളത്തിലും ചൂടുകാലത്ത് തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നു പറഞ്ഞു. മിക്കവാറും ഒരു 80-90% ഈ മുമ്പ് പുതച്ചു കിടക്കുമെന്ന് പറയുന്ന പേഷ്യന്റ് മിക്കവാറും ആംഫി തെർമലാണ്. അതേസമയം ഫാൻ ഇട്ടാലും AC ഇട്ടാലും ഞാൻ പുതയ്ക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേഷ്യന്റ് ഹോട്ട് പേഷ്യന്റ് ആണ്. അതേസമയം ചില്ലി പേഷ്യന്റ് എങ്ങനെ നമ്മൾ തിരിക്കും? ഞാൻ ഫാനേ ഇടത്തില്ല, എനിക്ക് കാറ്റേ വേണ്ട ഡോക്ടറെ, ഞാൻ എന്നിട്ട് പുതച്ചു കിടക്കും എന്ന് പറയും. അപ്പൊ ദാറ്റ് ടൈപ്പ് ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്നത് ചില്ലി പേഷ്യന്റ് ആണ്. അതായത് നമ്മൾ കുളിക്കുന്നതിൽ വെച്ച് നോക്കുമ്പോൾ ആ ചില്ലി പേഷ്യന്റ്, അതായത് ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിലേക്ക് കുളിക്കത്തുള്ളൂ എന്ന് പറയുന്ന പേഷ്യന്റ് മിക്കവാറും ഫാനോ AC-യോ ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസ് വാസ്തവത്തില് AC-യോ ഫാനോ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമാകുമ്പം അവർക്ക് മൂക്കടപ്പും ജലദോഷവും എല്ലാം ഉണ്ടാകും. അപ്പൊ നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഫാൻ ഇട്ടിട്ട് പുതച്ചു കിടക്കുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് മിക്കവാറും ആംഫി തെർമൽ പേഷ്യന്റ് ആയിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചായയാണോ കുടിക്കുന്നത് അതോ നിങ്ങൾ എന്ത് വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്? ചായ, പാലാണോ, വെറും വെള്ളമാണോ കുടിക്കുന്നത്? അതോ വെള്ളം കുടിക്കത്തേ ഇല്ലേ? നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ അവർ പറയും ഞാൻ ചായ കുടിക്കും എന്ന് പറയുമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് തണുത്ത വെള്ളം, അതായത് വെറും തണുത്ത വെള്ളമാണോ ഇഷ്ടം? അതേസമയം നല്ല ചൂടുള്ള ചായയാണോ ഇഷ്ടം? അതേസമയം മോഡറേറ്റ് ആയിട്ട് ചെറു ചൂടുള്ളതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അപ്പം ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ പറയും എനിക്ക് തണുത്തതാണ് കഴിക്കാൻ ഇഷ്ടം എന്നും. അതേസമയം ചില്ലി പേഷ്യന്റ് ആണെങ്കിൽ പറയും ഞാൻ ഈ ഊതിയാ ഡോക്ടറെ കുടിക്കുന്നത് എന്ന് പറയും. ഊതിയാ കുടിക്കുന്നത്. ഇതിലൊരു ഡിഫറൻസിയേഷൻ വരും, അത് ഞാൻ പിന്നെ പറയാം. അതായത് ഇപ്പോ നക്സോമിക്ക പേഷ്യന്റ് ഒരു ചില്ലി പേഷ്യന്റ് ആണ്. അപ്പൊ ആ നക്സോമിക്ക പേഷ്യന്റ് എന്തെടുക്കും? നല്ല ചൂടോട് കൂടിയേ കഴിക്കത്തുള്ളൂ. അവിടെ ആ വേരിയേഷൻസ് ഞാൻ പറയുകയാണ്. ചില മെഡിസിൻസിന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തന്നെ അൺകോമൺ
ആയിട്ട് വരും, അൺകോമൺ. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ തന്നെ ലൈക്കോപോഡിയം അത് പറഞ്ഞു, ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ലൈക്കോപോഡിയം എടുത്തു. ലൈക്കോപോഡിയവും ഇതുപോലെ തന്നെ നല്ല ചൂടോടുകൂടിയേ കുടിക്കത്തുള്ളൂ. ചെലിഡോണിയം നല്ല ചൂടോടുകൂടി കുടിക്കത്തുള്ളൂ. അതേസമയം ലൈക്കോപോഡിയത്തെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹോട്ട് പേഷ്യന്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ലൈക്കോപോഡിയത്തിന്റെ സിംറ്റംസ് ഒക്കെ എടുത്തു നോക്കുമ്പം നമുക്ക് കാണാം 100% ലൈക്കോപോഡിയം ഹോട്ട് പേഷ്യന്റ്. നമുക്ക് അത് ഞാൻ വേണമെങ്കിൽ കുറച്ച് ഈ ക്ലാസ്സിന്റെ കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം. പേഷ്യന്റ് അല്ല, അതിൽ ഞാൻ പറയുന്നത് ഇതിനകത്തും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, അതായത് ആളിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റയർ പിക്കൂലിയർ ആയിട്ടുള്ളതാണ്. സെയിം തന്നെയാണ് ഫോസറസ്. ഫോസറസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഫോസറസ് ഒരു ചില്ലി പേഷ്യന്റ് ആണ്. പക്ഷെ ചില്ലി പേഷ്യന്റിന്റെ ഈ സിംറ്റംസ് എല്ലാം അഗ്രവേറ്റ് ചെയ്യുന്നത് കോൾഡ് ക്ലൈമറ്റിലാണ്. അതേസമയം അറ്റ് ദി സെയിം ടൈം ലൈക്കോപോഡിയത്തിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളം പ്രിഫർ ചെയ്യുക. അയാൾക്ക് ഇപ്പൊ തന്നെ ഒരു അൾസർ പേഷ്യന്റ് ആണെന്ന് വിചാരിച്ചു, സ്റ്റൊമക്ക് സിംറ്റംസ് അഗ്രവേറ്റ് അയാൾക്ക് ഇഷ്ടം, സ്റ്റൊമക്ക് സിംറ്റംസ് റിലീവ് ചെയ്യാനായിട്ട് ലൈക്കോപോഡിയം പേഷ്യന്റിന് ചൂടുവെള്ളമാണ് ഇഷ്ടം എന്ന് നമ്മൾ ആണെങ്കിൽ, ഈ ഫോസറസ് പേഷ്യന്റ് കാര്യം എടുത്തേ, ആ ചില്ലി പേഷ്യന്റ് ആണ്. പക്ഷെ ആ ചില്ലി പേഷ്യന്റിന് തണുത്ത വെള്ളത്തിലാണ് സ്റ്റൊമക്ക് സിംറ്റംസ് റിലീവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തും നമുക്ക് ഒരു ഡയഗ്നോസ് നടത്താൻ പറ്റുന്നതാണ്. ഈ അൾസർ പേഷ്യൻസിനെ, സ്റ്റൊമക്ക് ഡിസ്കംഫർട്ട് പേഷ്യൻസിനെല്ലാം നമുക്ക് അതിനകത്ത് ഒരു വേർകൃത്യം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളത്. പിന്നെ അടുത്തത്, നിങ്ങൾ സ്വെറ്റ് ചെയ്യുന്ന ആളാണോ സ്വെറ്റ് ചെയ്യാത്ത ആളാണോ? അതൊരു പെർട്ടൈനിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്വെറ്റ് ചെയ്യുന്നവര് കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുന്ന രോഗികളെ നമുക്കറിയാം. ഇപ്പൊ തന്നെ കാൽക്കേരിയ കർവ്, സിലീഷ്യ, ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അവർ കൂടുതൽ സ്വെറ്റ് ചെയ്യും. ഈ കൂടുതൽ സ്വെറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തണുക്കും. അതുകൊണ്ടാണ് നമ്മൾ കാൽക്കേരിയ കർവിനെ ഒക്കെ ചില്ലി പേഷ്യന്റിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ വിയർക്കുമല്ലോ, സ്വെറ്റ് ചെയ്യുന്ന ഉടനെ മുറിക്കകത്ത് കയറിയിട്ട് ഫാൻ ഇടും. കുറച്ചു നേരം ഫാൻ ഇട്ട് കഴിയുമ്പോൾ അവൻ ഓഫ് ചെയ്യും. എന്ന് വെച്ചാൽ അയക്ക് തണുക്കും. ഇതുപോലെ തന്നെയാണ് സിലീഷ്യ പേഷ്യൻസിന്റെ. അതൊക്കെ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് അത് തിരിച്ചോണം. അപ്പൊ ആ കാൽക്കേരിയ കാർബ് ചില്ലി പേഷ്യന്റ് ആണ്. കാൽക്കേരിയ കാർബിന്റെ മിക്കവാറും എല്ലാ സിംറ്റംസും കോൾഡ് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യുകയും വാംത് കൊണ്ട് അമിലിറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം സ്വെറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ നമുക്ക് അതിന് പ്രത്യേക പരിഗണന കൊടുത്ത് മനസ്സിലാക്കിക്കോണം. പിന്നെ അടുത്ത മനസ്സിലാക്കേണ്ടത് തേഴ്സ്റ്റിന്റെ കാര്യത്തിലാണ്. അത് നമുക്കൊരു പ്രധാന ഘടകമാണ്. തേഴ്സ്റ്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ എത്ര ചൂട് കാലമാണെങ്കിലും ഹോട്ട് പേഷ്യൻസ്, ചില ഹോട്ട് പേഷ്യൻസ് നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ലൈക്കോപോഡിയത്തിന്റെ ഫോസ്ഫറസിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയാണ്, പൾസാറ്റില എടുത്ത് നോക്കുകയാണെങ്കിൽ പൾസാറ്റിലെ ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല. അതാണ് അവിടെ ആ റയർ പിക്കൂലിയർ ആയിട്ടുള്ള ഒരു സിംറ്റമാണ് അത്. അപ്പൊ നമുക്ക് കേസ് എടുത്ത് നമ്മൾ മെഡിസിൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ കേസ് എടുത്ത് കഴിയുമ്പോൾ ചില പിക്കൂലിയർ സിംറ്റംസ് നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് ആ പേഷ്യന്റിനെ വേർതിരിച്ച് എടുക്കാൻ പറ്റും. അതാണ് ആ പൾസാറ്റില ഹോട്ട് പേഷ്യന്റ് ആണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ വെച്ചാല്, വിച്ച് ടേസ്റ്റ് ഡു യു ലൈക്ക് മോർ? അത് ഒരു പ്രധാന ഘടകം. നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നാട്രമൂർ പേഷ്യന്റിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ, നാട്രമൂർ ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്. ആ ഹോട്ട് പേഷ്യന്റിന് തന്നെ നോക്കുമ്പോൾ ആ പേഷ്യന്റിന് ഉപ്പിനോട് കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നാട്രമൂർ നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ്, അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഇൻ വിച്ച് പൊസിഷൻ ദ ചൈൽഡ് ലൈ ഡ്യൂറിങ് ദ സ്ലീപ്പ്, അതും കൂടെ എടുക്കണം ഇതിന്റെ കൂട്ടത്തിൽ. ഞാൻ അതിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നതാണ്. നമ്മളെ ഈ തെർമൽസിന്റെ കൂട്ടത്തിൽ
ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുള്ളതേ ഉള്ളൂ. വിച്ച് ക്ലൈമറ്റ് ഈസ് മോർ കംഫർട്ടബിൾ ഫോർ യു, ഹോട്ട് ക്ലൈമറ്റ് ഓർ കോൾഡ് ക്ലൈമറ്റ്? അപ്പൊ അതിനകത്ത് അവർ പറയും, ചില്ലി പേഷ്യന്റ് ആണെങ്കിൽ പറയും എനിക്ക് ചൂട് കാലാവസ്ഥയാണ് ഇഷ്ടം. അതേസമയം ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ പറയും എനിക്ക് തണുപ്പ് കാലാവസ്ഥയാണ് നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അവരെ വേർതിരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ മുമ്പേ പൾസാറ്റിന്റെ കാര്യം പറഞ്ഞ കണക്ക് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, അതായത് നിങ്ങൾക്ക് ആർ യു സിമ്പതറ്റിക് ഓർ നോട്ട്? അപ്പോ സിമ്പതറ്റിക് ഓർ നോട്ട്, അവർ സിമ്പതറ്റിക് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിമ്പതറ്റിക് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ കൂടെ, അതായത് ഒരു സിമ്പതി വന്ന് കരയുന്ന സ്വഭാവമുണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് ഭയങ്കര പ്രയാസമാണ് ഡോക്ടറെ കാണുന്നത്, ഞാൻ കരയുന്നു പറയുകയാണെങ്കിൽ നമുക്ക് ആ മുമ്പേ നമ്മൾ പറഞ്ഞ ഹോട്ട് പേഷ്യന്റ് തന്നെയാണ് ആ പേഷ്യന്റ്, ദാഹമില്ല, സിമ്പതറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ പൾസാറ്റില കുറെ കൂടെ നമുക്ക് ബലവത്താക്കും. പിന്നെ ആർ യു അഗ്രസീവ് ഓർ നോട്ട്? അഗ്രസീവ്, അതായത് ഇപ്പൊ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു ഇപ്പൊ നക്സോമിക്ക നമ്മൾ പറഞ്ഞു ചില്ലി പേഷ്യന്റ് ആണ്. നക്സോമിക്കയുടെ ടേസ്റ്റ് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ് എരിവ്, പുളി, ഉപ്പ് ഇതെല്ലാം എനിക്ക് വളരെ കൂടുതലായിട്ട് വേണം എന്ന് പറയുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അഗ്രസീവ്നെസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നക്സോമിക്കയെ പറ്റി ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആർ യു അഫെക്ഷനേറ്റ് ഓർ നോട്ട്? ആർ യു അഫെക്ഷനേറ്റ് ഓർ നോട്ട്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റുള്ളവരുടെ അഫെക്ഷൻ, സ്നേഹം ഉണ്ടോ, അത് കുറവാണോ കൂടുതലാണോ? ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് ബൈസ്റ്റാൻഡറൊക്കെയും ചോദിച്ച് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോഴും നമ്മുടെ അതിനകത്ത് ചില മെഡിസിൻസ് ഉണ്ട് അഫെക്ഷൻ. ഈ പൾസാറ്റില പേഷ്യൻസിനൊക്കെ അങ്ങനെയുള്ള അഫെക്ഷൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഈ ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എരിവ്, പുളി, ഉപ്പ് ഇതെല്ലാം ഞാൻ പറഞ്ഞു, നക്സോമിക്കയ്ക്ക് അത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ പുളി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഷ്യന്റ് ആണ് മെഡോറിൻ. അതൊരു സൈക്കോട്ടിക് റെമഡി കൂടെയാണ്. അത് നമുക്ക് പല ഇതിനും പ്രയോജനപ്പെടും. കുട്ടികളിൽ പച്ചമാങ്ങ, ചില പേരൻസ് നമ്മുടെയൊക്കെ പറയും പച്ചമാങ്ങ അതുപോലെ തന്നെ കടിച്ചു തിന്നുക, ഉപ്പും കൂട്ടി കടിച്ചു തിന്നുന്ന പിള്ളേരുണ്ട്. വാസ്തവത്തിൽ ചില നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പല്ല് തന്നെ പുളി, പക്ഷെ അവർക്കൊരു പുളിയില്ല. അത് അങ്ങനെ വരുന്ന ഒരു മെഡിസിനാണ് ഈ മെഡോറിനം എന്ന് പറയുന്നത്. പിന്നെ എഗ്ഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡു യു ലൈക്ക് എഗ് മോർ ഓർ നോട്ട്? അതായത് സാധാരണഗതി കഴിക്കുന്നതല്ല, എഗ്ഗിനോട് അമിതമായിട്ടുള്ള ആഗ്രഹമുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാനാണ് ഇതെല്ലാം. കാൽക്കേരിയ കാർബ് ചില്ലി പേഷ്യന്റ് ആണ്, കാൽക്കേരിയ കാർബ് സ്വെറ്റുള്ള പേഷ്യന്റ് ആണ്, കാൽക്കേരിയ ഫോർ ഫാറ്റ് ആൻഡ് ഫ്ലാബി ആണ്. അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം, ഈ കുട്ടിക്ക് എങ്ങനെ എഗ്ഗിനോട് താല്പര്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഈ കുട്ടി എഗ്ഗിനോട് താല്പര്യം കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ വി ക്യാൻ കൺഫേം ദ കാൽക്കേരിയ കാർബ്. ഇതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ മിൽക്കിന്റെ കാര്യത്തില് അത് നമുക്ക് ചോദിക്കാം. അതും ഇതുപോലെ തന്നെ ഈ അവേർഷൻ ഉണ്ടോ, അതോ പാല് കുടിക്കാൻ ഇഷ്ടമാണോ എന്നുള്ളത് ചോദിക്കാം. അപ്പം ചില പേരൻസ് പറയും പാലിനോട് താല്പര്യമില്ല അതിന് എന്ന് പറയുകയാണെങ്കിൽ ഈവൻ ദോ ഫാറ്റും ഫ്ലാബിയൊന്നും ഫാറ്റി ആകണമെന്നില്ല, മറിച്ച് സ്വെറ്റിംഗ് ഉണ്ട്, പിന്നെ ഈ ചില്ലി പേഷ്യന്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ എഗ്ഗിനോട് താല്പര്യമുണ്ട് എങ്കിൽ അതിലൊക്കെ ആ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്, കാൽക്കേരിയ കാർബിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ സ്വീറ്റ്സിന്റെ കാര്യത്തിൽ ചോദിക്കാം. സ്വീറ്റ്സ് എങ്ങനെയാ കുട്ടിക്ക്
ഇഷ്ടമാണോ, അതോ ചില കുട്ടികൾക്ക് സ്വീറ്റ് ഇഷ്ടമേ ഇല്ല, ചില കുട്ടികൾക്ക്. പക്ഷേ ചില കുട്ടികൾക്ക് അങ്ങനെ സ്വീറ്റ് കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് അർജന്റീന നമ്മൾ നേരത്തെ നോക്കിയതാണ്. അർജന്റീന നോക്കുമ്പോൾ ഹോട്ട് പേഷ്യന്റ് ആണ്, ഇത് ഈ സ്വീറ്റിനോട് വലിയ താല്പര്യമുണ്ട്, ആങ്സൈറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ എന്താ ഈ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അർജന്റീന നൈട്രിക്കത്തിന്റെ മറ്റ് സിംറ്റംസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അർജന്റീന നൈട്രിക്കത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ പിക്കിൾസിന്റെ കാര്യം, പിക്കിൾസ് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നമുക്ക് ചോദിക്കാം. അച്ചാറുകൾ, അങ്ങനെ അച്ചാറുകൾ ഇഷ്ടമാകുന്ന പേഷ്യന്റ് ഈ കാൽക്കേരിയ കാർബും നക്സോമിക്കും ഒക്കെ പിക്കിൾസ് ആണ്. രണ്ടും ചില്ലി പേഷ്യന്റ് ആണ്. അത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ തെർമൽസ് പറയുമ്പോൾ ഞാൻ ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്തത്, ഇൻ വിച്ച് പൊസിഷൻ ഡു യു ഗെറ്റ് റിലീഫ് ഫോർ കംപ്ലൈൻറ്റ്സ്? അതൊരു പ്രധാന ഘടകമാണ്. ഏത് പൊസിഷൻ വെച്ച് കിടന്നാലാണ് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നത്? അപ്പൊ ഈ ഉദാഹരണം ഇപ്പൊ മെഡോറിനത്തിന്റെ നമ്മൾ പറയുമ്പോൾ മെഡോറിനം ഹോട്ട് പേഷ്യന്റ് ആണ് മെഡോറിനം. പക്ഷേ മെഡോറിനത്തിന് കമന്ന് കിടക്കുമ്പോൾ റിലീഫ്, കമന്ന് കിടക്കുമ്പോഴാണ് മെഡോറിനത്തിന് റിലീഫ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോ നമുക്ക് ഈ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മെഡോറിനം നമുക്ക് കൺഫേം ചെയ്യാം. കുറച്ച് മെഡിസിന്റെ കൂടെ ഞാൻ പറയാം, പക്ഷെ അത് പറയുമ്പോൾ സമയം ഒത്തിരി എടുക്കും. പിന്നെ ഇത് കൂടാതെ ഇത് ഈ എങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ഇതിനും ജനറൽസ് നോക്കിയിട്ടാണ്, അതിന്റെ മൊഡാലിറ്റീസ് നോക്കിയിട്ടാണ് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണം നമ്മൾ മെഡിസിൻസ് പറയുവാണെങ്കിൽ, ഞാൻ ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ചില്ലിയാണോ നമുക്ക് ഹോട്ടാണോ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ കെന്റ് റെപ്പർട്ടറിയില് നിങ്ങളെ ആദ്യം തന്നെ കാണുന്ന എടുത്ത് നോക്കുമ്പോൾ ഗിബ്സൺ മില്ലേഴ്സ് തെർമൽസിനെ കുറിച്ച് പിന്നെ ഗിബ്സൺ മില്ലറുടെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. അതിനകത്ത് നോക്കിയാണ് ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്, പണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഈ ചില്ലിയും ഹോട്ടും മെഡിസിൻസ് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ പിന്നെ മെട്രിമെഡിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഒരു മെഡിസിന്റെ ഞാൻ പറയാം. ഇപ്പൊ അമോണിയം കാർബ് എടുത്ത് നോക്കാം. അമോണിയം കാർബ് എടുത്ത് നോക്കുമ്പോ അമോണിയം കാർബ് ഒരു ചില്ലി പേഷ്യന്റ് ആണ്. കേൾക്കാമല്ലോ അല്ലെ? ഇത് മാറി മാറി പോകുന്നത് അതുകൊണ്ടാണ്. അമോണിയം കാർബ് ഒരു ചില്ലി പേഷ്യന്റ് ആണ്. അമോണിയം കാർബ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതാണ്ട് അഗ്രവേഷൻ ഏതാണ്ട് കാണിക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 റൂബ്രിക് 11 സിംറ്റംസ് അഗ്രവേഷൻ ബൈ കോൾഡ് ആണ്. അതേസമയം ഇതിനകത്ത് മറ്റേത് ഒരു 6, 7 മാത്രമേ ഉള്ളൂ അഗ്രവേഷൻ ബൈ ഹോട്ട് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അമോണിയം കാർബിനെ നമ്മൾ ചില്ലിയായിട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാ മെഡിസിൻസിനും നമുക്ക് മെഡിസിൻസ് എടുക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും അത്. ഈ എപ്പിസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ തന്നെ 1, 2, 3, 4 മാത്രം ഉള്ളൂ ഈ അഗ്രവേഷൻ ബൈ കോൾഡ്. അതേസമയം ബാക്കി എല്ലാം കാണിക്കുന്നത് അഗ്രവേഷൻ ബൈ ഹോട്ടാണ്. അതുകൊണ്ടാണ് എപ്പിസിനെ നമ്മൾ
ഹോട്ട് മെഡിസിൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പം അർജുനൻ നൈട്രിക്കത്തിന്റെ നമ്മളെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഒരു കേസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അർജുനൻ നൈട്രിക്കത്തിന്റെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ജനറൽസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പം അർജുനൻ നൈട്രിക്കത്തിന്റെ പ്രത്യേകമാണ് ഹറീഡ് ഫീലിംഗ്. ഹറീഡ് അതായത് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം അർജുനൻ നൈട്രിക്കത്തിന് ഒരു ഹറീഡ് ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ അർജുനൻ നൈട്രിക്കത്തിന്റെ വേറൊരു ജനറൽ സിംറ്റമാണ് ഇൻടോളറൻസ് ഓഫ് കോൺട്രഡിക്ഷൻ. അതായത് കോൺട്രഡിക്ഷൻ ഒരിക്കലും അർജുനൻ നൈട്രിക്കം സഹിക്കുകയില്ല. അതുപോലെ തന്നെ ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉണ്ട് അർജുനൻ നൈട്രിക്കത്തിന്. പിന്നെ ഒരിക്കലും ക്രിറ്റിസിസം അർജുനൻ നൈട്രിക്കം സഹിക്കുകയില്ല. പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കംപ്ലൈൻസ് കൂടുതൽ അർജുനൻ നൈട്രിക്കത്തിന്. പിന്നെ ഡിസയേഴ്സ് സ്വീറ്റ്സ് ആൻഡ് ഐസ്ക്രീം. പിന്നെ ഫാനിങ് ഡിസയർ വന്നിരിക്കുന്നത് അർജുനൻ നൈട്രിക്കം ഒരു ഹോട്ട് പേഷ്യന്റ് ആയതുകൊണ്ടാണ് ഫാനിങ് ഡിസയർ ആയത്. തെർമലി ഹോട്ട്. അതായത് അതിന്റെ മയാസം എന്ന് പറയുന്നത് സൈക്കോസിഫിലിറ്റിക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്പർട്ടൈസ് ചെയ്താൽ നമുക്ക് അതിനകത്തൊരു മെഡിസിൻ അർജുനൻ നൈട്രിക്കമായിട്ട് കിട്ടും മുഖ്യമായി. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അർജുനൻ നൈട്രിക്കം കൊടുക്കണം. അല്ല വേറെ 3-4 മരുന്ന് കിട്ടിയെന്ന് വിചാരിച്ചു, അതിന്റെ കൂട്ടത്തിൽ റെപ്പർട്ടൈസ് ചെയ്തിട്ട് കിട്ടുമ്പോൾ വേറെ 3-4 മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ തെർമൽസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ മെഡിസിൻ കൊടുക്കണം. അത് അർജുനൻ നൈട്രിക് ആണെങ്കിൽ അർജുനൻ നൈട്രിക്കാൻ കൊടുക്കണം. കാര്യം നമ്മൾ റെപ്പർട്ടൈസ് ചെയ്യുമ്പോൾ ഒരു മരുന്നല്ലല്ലോ കിട്ടുന്നത്, പല മരുന്നുകൾ കിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിലെ തെർമൽസ് കൊണ്ട് നമുക്ക് ആ മരുന്ന് കൊടുക്കാൻ പറ്റും. അത് നോക്കിയേ നമ്മൾ ക്രോണിക് ഡിസീസസിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു ഫൈനലായിട്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ തെർമൽസ് എടുക്കുമ്പോൾ ഈ ചില്ലിയും സിംറ്റംസ് ചില്ലിയും ഹോട്ടുമായിട്ട് വലിയ ഡിഫറൻസ് ഇല്ലാതെ വരും. എന്നാൽ മെഡിസിൻ കാൽക്കേരിയ കാർബും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ചില്ലിയും ഹോട്ടുമായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ കാൽക്കേരിയ കാർബാണെങ്കിൽ കാൽക്കേരിയ അയോഡ്. അപ്പൊ കാൽക്കേരിയയുടെ അയോഡൈഡ് ഫോമിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പം നമ്മൾ കാൽക്കേരിയ അയോഡൈഡ് കൊടുക്കണം. കാലി കാർബ് എന്ന് പറയുന്ന മെഡിസിൻ ചില്ലിയാണ്. പക്ഷേ നമ്മൾ കേസ് എടുത്ത് വന്നപ്പം അതിനകത്ത് ഈ ഹോട്ട് പേഷ്യന്റിൻ്റെതായിട്ടുള്ള ഇത് റൂബ്രിക്ക് കാണിക്കുകയാണെങ്കിൽ, സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ, അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കാലി അയോഡ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മളത് ചെയ്തോണം. ആഴ്സനിക് അയോഡാണെങ്കിലും കാലി അയോഡാണെങ്കിലും ആഴ്സനിക് അയോഡും ഇതുപോലെ തന്നെ. ആഴ്സനിക്കത്തിന്റെ സിംറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട്. പേഷ്യന്റ് ചില്ലിയാണ്. എന്നാൽ നമുക്ക് ആഴ്സനിക്കം കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ഹോട്ട് പേഷ്യൻസിൻ്റെതായിട്ടുള്ള സിംറ്റംസും കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഴ്സനിക് അയോഡ് പ്രിഫർ ചെയ്യണം. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നമ്മുടെ റോബസ്റ്റ് കോമൺ സെൻസ് വെച്ച് നമ്മുടെ മെഡിസിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ ഇനി ഇത്രയും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഇത്രയും ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിനകത്ത് മിക്കവാറും ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പൊ 10-15 മിനിറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് സംശയം ചോദിച്ചോളൂ, ഞാനത് പറഞ്ഞുതരാം. അതായിരിക്കും നല്ലത്. ഇതിനകത്ത് ഒത്തിരി സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ സാറിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസ്കഷനിലേക്ക് പോകാം എന്നാണ് സാർ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിനെ കുറിച്ച് ഇനി എന്തെങ്കിലും തെർമൽസ്
അങ്ങനെ കേസ് എടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാം. 15 മിനിറ്റോളം ഉണ്ട്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 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 ചാപ്റ്റർ ആണ് ഇത്, തെർമൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. കാര്യം ഞാൻ കേസ് എടുക്കുമ്പോൾ എൻ്റെ അവസാനത്തെ ചീട്ട് എന്ന് പറയുന്നത് ഈ തെർമൽസ് ആണ്. ആ തെർമൽസ് ആണ് ഞാൻ ഫൈനലൈസ് ചെയ്യുന്നത്. അത് പഠിച്ചിരുന്നാല് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ സാറേ, ഈ സാറ് പറഞ്ഞ കേട്ടപ്പോ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ തീർച്ചയായിട്ടും ഈ തെർമൽസ് ചോദിക്കാറുണ്ട്. തെർമൽസ് ചോദിച്ചിട്ട് ആണ് കൂടുതലും മെഡിസിൻ സെലക്ട് ചെയ്യാറുള്ളത്. സിംറ്റംസ് എല്ലാം കേട്ടിട്ട് തെർമൽസും ഡിസയർ അവേർഷൻസും അങ്ങനെ അതൊക്കെ തീർച്ചയായിട്ടും അത് ചോദിച്ചാണ് മെഡിസിൻ തിരിക്കുന്നത്. അതുകൊണ്ട് അത് കേട്ടപ്പോ എനിക്കും അതാണ് തോന്നിയത്. അപ്പൊ അതൊരു പുതിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ സ്ഥിരം ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടർക്ക് എന്താണ് ചോദിക്കാനുള്ളത്, എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. കേൾക്കാമല്ലോ? കേൾക്കാം. എനിക്ക് പറയാനുള്ള ഈ പറഞ്ഞതിനോട് ആഡ് ചെയ്യാനുള്ള കുറച്ച്, ഞാൻ കൂടെ നോക്കി കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിസൈഡ്സും അവേർഷൻസും, പിന്നെ ക്രേവിങ്സ്, ഡിസഗ്രി ചെയ്യുന്ന ഫുഡ്, ഇത്തരം കണ്ടുപിടിക്കാൻ പലപ്പോഴും പ്രയാസമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ചില കോഫി ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാറ്റി ഫുഡ് ഡിസഗ്രി ചെയ്യുന്ന പൾസാറ്റിൽ അങ്ങനെയൊക്കെ വിചാരിക്കാം. അതുപോലെ ഒച്ചത്തിൽ പറയാമോ ഭദ്രൻ, ഡോക്ടർ ഭദ്രൻ? ഒച്ചത്തിൽ പറയൂ, കേൾക്കാൻ മേല. ഈ പിന്നെ ഡിസൈഡ്സും അവേർഷൻസും അതും കൺസിഡർ ചെയ്യണം. അത് ഫുഡ് ആൻഡ് എവരിത്തിങ് ക്ലൈമറ്റ് ദാറ്റ് ഡിസഗ്രി ചെയ്യുന്ന ഏതൊക്കെയാണെന്നുള്ളത് അതുകൂടെ കൺസിഡർ ചെയ്യണം. പ്രിസ്ക്രിപ്ഷൻ വേണമെന്നുള്ള എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമ്മള് അത് ഓരോ സബ്സ്റ്റൻസ്, ചിലപ്പോൾ ആപ്പിൾ ആയിരിക്കും, ചിലപ്പോൾ മറ്റു ഫ്രൂട്ട്സ് ആയും, സവർ ഫ്രൂട്ട്സ്, അങ്ങനെ പല ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ അതിന് അത്രയും ശരിയായിട്ടുള്ള റിപ്പർട്ടറി എല്ലാം നോക്കിയെടുക്കാൻ പ്രയാസമായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു എളുപ്പവഴിയെല്ലാം പറഞ്ഞുതരാൻ നോക്കുവോ? അത് പറയാം. അത് പറയണെന്നറിയാമോ? വാസ്തവത്തിൽ ഡോക്ടർ ഭദ്രൻ പറയുന്നത് ശരിയാണ്. നമ്മള് തെർമൽ റിയാക്ഷൻസ് നോക്കിയിട്ട് ഹോട്ടും ചില്ലിയും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പം നമുക്കൊരു കൺഫർമേറ്ററി ആയിട്ട് മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. 100% നമുക്ക് ഡോക്ടർ ഭദ്രൻ പറഞ്ഞ കണക്ക് അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് എലിസിറ്റ് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. പക്ഷെ ചിലതൊക്കെ നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞ ഈ പുളിയുടെ കാര്യം നമുക്ക് എലിസിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മധുരത്തിന്റെ കാര്യം നമുക്ക് എലിസിറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ അല്ലാത്ത മറ്റു കാര്യങ്ങളിൽ മധുരത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറ്റും. അത് അങ്ങനെ കുറച്ചേ മാത്രം നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഹോട്ടും ചില്ലിയും നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനെയർ കൊണ്ട് തന്നെ പറ്റും. നമുക്ക് മറ്റേത് കൺഫേം ചെയ്യാം. അതായത് ഇപ്പൊ തന്നെ ഞാൻ ഫോസ്ഫറസ് എടുത്ത് അറിയാൻ കാര്യം എന്ന് വെച്ചാൽ, ഫോസ്ഫറസ് ബേസിക്കലി ചില്ലി ആണെങ്കിലും അവന്റെ സ്റ്റൊമക്ക് സിംറ്റംസ് അമിലിറേഷൻ ചെയ്യുന്നത് കോൾഡ് വാട്ടറിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു കൺഫർമേറ്ററി ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് അത് ദാറ്റ് ഈസ് ഈ റെയർ പെക്യൂലിയർ അൺകോമൺ സിംറ്റം മേ ആൾസോ കം ആസ് ടോട്ടാലിറ്റി. അത് എപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഓർഗനോളിൽ പറയുന്നതല്ലേ. അതായത് റെയർ പെക്യൂലിയർ അൺകോമൺ ഇത് നമുക്ക് ടോട്ടാലിറ്റി ആയിട്ട് എടുക്കാം. ഇപ്പം തന്നെ പൾസാറ്റില നമുക്ക് ഹോട്ട് പേഷ്യൻ്റ് ആണ്, പക്ഷെ പൾസാറ്റില പ്രിഫർ ചെയ്യുന്നത് കോൾഡ് വാട്ടറാണ്. അതുപോലെ തന്നെ ലൈക്കോപോഡിയം പേഷ്യൻ്റ് ഹോട്ട് പേഷ്യൻ്റ് ആണ്, പക്ഷെ ലൈക്കോപോഡിയം പേഷ്യൻ്റ് പ്രിഫർ ചെയ്യുന്നത് വാം വാട്ടറാണ്. അപ്പൊ അവരുടെ ആ ലൈക്കോപോഡിയത്തിന്റെ സ്റ്റൊമക് സിംറ്റം കാണിക്കുന്നത് ഈവൻ ദോ ലൈക്കോപോഡിയം ഈസ് ഹോട്ട്, ഹി പ്രിഫേഴ്സ് വാം വാട്ടർ.
അതുപോലെ നമ്മള് സവർ ഫുഡ്സിന് മെഡോർണ നല്ലൊരു മെഡിസിനാണ്. അതുപോലെ ആന്റിങ്റോഡും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. അതിന് അങ്ങനെയുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് കൂടെ സജസ്റ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. അത് 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 നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ അതായത് ഈ കുട്ടികളിലാണ് അത് കൂടുതലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നാരങ്ങ, ചില കുട്ടികള് ഈ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ ഇങ്ങനെ കടിച്ച് ചവച്ച് ഇങ്ങനെ അതിന്റെ നീര് കുടിക്കുന്ന കാണാം. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കത് പ്രയാസം. പല ആൾക്കാർക്കും ആ നാരങ്ങ നീര് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു റെയർ പിക്കൂലിയർ ആണ്. അപ്പൊ നമ്മള് റെയർ പിക്കൂലിയർ ആണ്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ കെൻഡ് റെപ്പർട്ടറിക്കകത്ത് പ്രത്യേകം പറയുന്ന ഒരു റൂബ്രിക്കാണ് ഇത്. അതുപോലെ തന്നെ ഈ ഇപ്പൊ ശ്വാസം മുട്ടൽ വരുന്ന ഒരു കുട്ടി, സാധാരണഗതി ശ്വാസം മുട്ടലുള്ള ഒരാൾ കമന്ന് കിടക്കത്തില്ല. പക്ഷേ ശ്വാസം മുട്ടല് ഉള്ള ഒരു കുട്ടിയോ വലിയ ആളോ കമന്ന് കിടക്കുമ്പോൾ റിലീഫ് ഉണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റെയർ പിക്കൂലിയർ. അത് നമുക്ക് മെഡിസിൻ കൊടുക്കാം. അപ്പം ആ കുട്ടിയോ ആളോ ഹോട്ട് പേഷ്യന്റും കൂടെ ആണെങ്കിൽ ദാറ്റ് ഈസ് വെരി കൺഫർമേറ്ററി. അപ്പം ഇതൊക്കെ ഈ ഹോട്ടും കോൾഡും ചില്ലിയും പേഷ്യന്റിനെ നമ്മൾ വേർതിരിച്ചിട്ട് മറ്റു സിംറ്റംസും കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിൽ ഫിഷ്, പല വെറൈറ്റി ഫിഷിനും ഡിസയറും അവേർഷൻസും ഡിസഗ്രി ചെയ്യുന്നതായിട്ട് പലപ്പോഴും അത് പക്ഷെ കാണാറുണ്ട്. ഞാൻ അധികം എടുക്കാറില്ല ഫിഷിന്റെ കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഷിന്റെ കാര്യം എടുക്കാത്തത് എന്താന്ന് വെച്ചാൽ അത് എനിക്ക് ശരിക്കും ക്ലിയർ അല്ല ഫിഷിന്റെ കാര്യം. ഡീലാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് നമ്മള് പിന്നെ അതെനിക്കും ക്ലിയർ അല്ല. എനിക്ക് അതുപോലെ പിന്നെ ഈ സ്വീറ്റ്സിനും അതുപോലുള്ള ഫ്രൂട്ട്സിനും അതുപോലെ വ്യത്യാസങ്ങളുണ്ട്. അതും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് ഫ്രൂട്ട്സിന് എല്ലാ ഫ്രൂട്ട്സിനും അതെ, ഫ്രൂട്ട്സിന്റെ കാര്യത്തിലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ല, അത് എന്റെ ഒരു സംശയം. അത് അത്ര അങ്ങോട്ട് പോണോ? നമുക്ക് പോണ്ട. എന്ന് വെച്ചാല് അത് അങ്ങോട്ട് പോകണ്ടാന്ന് കാര്യം എന്താന്ന് വെച്ചാല് എല്ലാത്തിനും നമുക്ക് പറ്റത്തില്ല. നമ്മളപ്പം എടുക്കുന്ന എന്താ, ഒരു ഓവറാൾ അസസ്മെന്റ് ആണിത്. ഒരു ഫൈനൽ എന്നുള്ള നിലയിൽ നമുക്ക് ഈ തെർമൽസ് എടുത്താൽ മതി. ഒരു കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് തെർമൽസ് എടുക്കാം. പക്ഷെ തെർമൽസ് വളരെ കറക്റ്റ് ആണ് കേട്ടോ. തെർമൽസ് എന്റെ അനുഭവത്തില് ഈ ലാസ്റ്റ്, അതായത് ഈ ആഴ്സനിക്കത്തിന്റെ എല്ലാ സിംറ്റവും കാണിക്കുക, അതിനിടയ്ക്ക് തന്നെ ഹോട്ട് പേഷ്യൻസിൻ്റെതായിട്ടുള്ള സിംറ്റംസും കൂടെ കാണിക്കുമ്പം അത് നമ്മൾ ആഴ്സനിക്കം കൊടുത്താൽ ശരിയാകത്തില്ല. അതിനാണ് ആഴ്സനിക് അയോഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിയാകും. അത് കൂടുതലും കാണിക്കുന്നത് ഈ ആസ്മ പേഷ്യൻസിനാണ്, അലർജി പേഷ്യൻസിനാണ് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. തെർമൽസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പ്രഫുൽ വിജയക്കർ സാർ വരെ മറ്റേ ഈ തെർമൽസിനല്ലേ പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ ഈ തൈറോയിഡിന് കാൽക്കേരിയ അയോഡ് വളരെ ഇഫക്റ്റീവാണ്. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ തൈറോയിഡ് പേഷ്യൻസ്, ഹൈപ്പോതൈറോയിഡിസമായിട്ടുള്ള ഈ പേഷ്യൻസ് മിക്കവാറും ഹോട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ കേസ് എടുത്ത് വരുമ്പോൾ പേഷ്യന്റ് ജില്ലിയാണ്. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ്, ഏത് മരുന്ന് കൊടുക്കും? അപ്പൊ കൊടുക്കേണ്ട മരുന്നാണ് കാൽക്കേരിയ അയോഡ് കൊടുക്കുക. അയഡം എന്ന് പറയുന്നത് ഹോട്ടാണ്. ടോട്ടാലിറ്റി നോക്കിയിട്ട് പിന്നെ തെർമൽസും നോക്കി ഡിസൈഴ്സും അവേർഷൻസും കൂടെ നോക്കിയാണ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ഞാൻ. അത് തന്നെയാണ് തെർമൽസും. പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത്, നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ ഈ ടെമ്പറമെന്റ് ഉണ്ട്. ടെമ്പറമെന്റ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ടെമ്പറമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേഴ്സണാലിറ്റി ആൻഡ് ടെമ്പറമെന്റ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണാലിറ്റി ആൻഡ് ടെമ്പറമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ക്രൈ റെഡിലി എന്നും പറഞ്ഞൊരു റൂബ്രിക് ഉണ്ട്. ക്രൈ റെഡിലി എന്ന് പറഞ്ഞൊരു റൂബ്രിക് ഉണ്ട്. അതായത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരയും. ആ പെട്ടെന്ന് തന്നെ കരയുന്നതിനകത്ത് മെയിൻ ആയിട്ടുള്ള മെഡിസിൻ ഈ നാട്രമുർ അങ്ങനെ ഒരു പേഷ്യന്റ് ആണ്, കരയും. പൾസാറ്റില അങ്ങനെ ഒരു പേഷ്യന്റ് ആണ്. അതുപോലെ സെപ്പിയ അങ്ങനെ ഒരു പേഷ്യന്റ് ആണ്. അതുപോലെ വേറെ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂബ്രിക് പറയാം.
ക്രൈവ് ആൻഡ് താങ്ക്. നമ്മുടെ മെറ്റീരിയ മെഡിക്കയില് വേറെ എങ്ങും കാണാത്ത ഒരു സിംറ്റമാണ് ക്രൈവ് ആൻഡ് താങ്ക്. താങ്ക്ഡാൻ. അതിന്റെ മെഡിസിൻ ലൈക്കോപോഡിയമാണ്. നമ്മൾ ഇപ്പൊ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞിട്ട് ആ ആള് നമ്മുടെയൊക്കെ വരുമ്പോഴത്തേക്ക് താങ്ക്സ് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആ ആളിന്റെ കണ്ണ് നിറയും. അതാണ് ക്രൈ വെൻ താങ്ക്. പിന്നെ വേനയുണ്ട് ക്രൈ ഫ്രം ആങ്സൈറ്റി കൊണ്ട് ക്രൈ ചെയ്യുന്ന റൂബ്രിക് ഉണ്ട് നമുക്ക്. അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഈസ് ഗ്രാഫൈറ്റിസ്. പിന്നെ സെൽഫ് പിറ്റി കൊണ്ട് കരയുന്നതാണ് പൾസാറ്റില. തന്നോട് തന്നെ ഒരു പിറ്റി, ഒരു ദയ തോന്നിയിട്ട് കരയുന്നതാണ് ദാറ്റ് ഈസ് പൾസാറ്റില. പിന്നെ ചില പേഷ്യൻസിന് നമുക്ക് കാണാൻ മേലേ ഈ പാട്ട് കേൾക്കുമ്പം ആ പാട്ട് കരയുന്നതില് മെയിൻ ഒരു പേഷ്യന്റ് ആണ് ഈ ഗ്രാഫൈറ്റിസ് എന്ന് പറയുന്നത്. നാട്രമൂറിനും ഇതുപോലെ തന്നെ ഉണ്ട്. ഈ മ്യൂസിക് കേൾക്കുമ്പോൾ കരയുക. പക്ഷെ അതിനകത്ത് വേറെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, കരയുമ്പോൾ റിലീഫ് കിട്ടുന്നെങ്കിൽ ദാറ്റ് ഈസ് പൾസാറ്റില. അവിടെയാണ് ആ ഡിഫറൻസിയേഷൻ തന്നെ. അത് അങ്ങനെ എടുക്കാം. റിലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് പൾസാറ്റില എടുക്കാൻ പറ്റും. പിന്നെ പൾസാറ്റിയുടെ മറ്റ് സിംറ്റം, പൾസാറ്റിലെ പേഷ്യന്റ് എങ്ങനെ ലൈക്ക് സിമ്പതി ഇഷ്ടമാണ് അവർക്ക്. അതേസമയം നാട്രമൂർ അങ്ങനല്ല, സിമ്പതി ഇഷ്ടമില്ല. അവിടെയാണ് നമ്മൾ രണ്ടും ഹോട്ട് പേഷ്യന്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഹോട്ട് പേഷ്യന്റ് ആണ്. നാട്രമൂർ ഈസ് ഹോട്ട് ആൻഡ് പൾസാറ്റില ഈസ് ഹോട്ട്. അവിടെ പക്ഷെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളത് ഡിസ്ലൈക്ക് സിമ്പതി എന്ന് പറയുമ്പോൾ വേറെ മെഡിസിൻസ് ഉണ്ട്. ഡിസ്ലൈക്ക് സിമ്പതി, ഇഗ്നേഷ്യ ഡിസ്ലൈക്ക് സിമ്പതിയാണ്, സെപ്പിയ ഡിസ്ലൈക്ക് സിമ്പതിയാണ്. അങ്ങനെയൊക്കെ ഉള്ള മെഡിസിൻസ് ഉണ്ട് നമുക്ക്. അതെല്ലാം ഡിപ്പെൻസ്. അതെല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ഒട്ടും സിമ്പതി ഇല്ലാത്ത ആരാ? സെപ്പിയയ്ക്ക് അങ്ങനെ ഒട്ടും സിമ്പതി ഇല്ല ആരോടും. അതായത് അവരുടെ വേണ്ടപ്പെട്ടവരോട് പോലും ഇൻഡിഫറന്റ് ആണ്. ഓക്കെ, ഹരിയൻ സാർ, ഒരു സംശയം ഒരാളൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്താ ചോദിക്കാനുള്ളത്? ബിനോയ് ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ബിനോയ് ഡോക്ടറെ എന്താണ് ചോദിക്കാനുള്ളത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. താങ്ക് യു ഡോക്ടർ. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ ഉപകാരപ്രദമായിരുന്നു. വളരെ ഡോക്ടറെ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ കാൽക്കേരിയ ഫ്ലോറിന്റെ അതുപോലെ തന്നെ കാൽക്കേരിയ അയഡോം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ പൊട്ടൻസി സെലക്ഷൻ എങ്ങനെയാ? ഈ കാൽക്കേരിയ കാൽക്കേരിയ പൊട്ടൻസി സെലക്ഷൻ ആണോ ചോദിച്ചത്? അതെ. പൊട്ടൻസി സെലക്ഷൻ ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇപ്പൊ ഗ്രേവ് പത്തോളജി ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിച്ചു. അതായത് പത്തോളജി കൂടുതലായി. ഇപ്പൊ തന്നെ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് വിചാരിച്ചു. ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഒരിക്കലും യാതൊരു കാരണവശാലും ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കരുത്. അവിടെ നമ്മൾ 0/3 മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 50 മില്ലിസ്മൽ പൊട്ടൻസി. ഇല്ലെങ്കിൽ സെന്റിസ്മലിൽ തന്നെ 30 അത് തന്നെ നമ്മുടെ മറ്റേ ഓർഡർ അനുസരിച്ച് തന്നെ 30 കൊടുക്കുക, പിന്നെ 200 കൊടുക്കുക, അങ്ങനെ ചെയ്യുക. വൈറ്റൽ ഓർഗനില് എന്തെങ്കിലും പതോളജി ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കരുത്. അതേസമയം തന്നെ ഞാൻ ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കുന്ന കേസുകളുണ്ട്. ഈ ആസ്മാറ്റിക് കേസിന് ഞാൻ ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊടുക്കും. അതെനിക്ക് പ്രശ്നം ഉണ്ടായതായിട്ട് കാണുന്നില്ല. അതേസമയം ഈ വൈറ്റൽ ഓർഗൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ഓർഗൻ ആയിട്ടുള്ള ഈ ഹാർട്ടിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് ഞാൻ ഹയസ്റ്റ് പൊട്ടൻസി തന്നെ കൊടുക്കും. ഇപ്പൊ റിമാറ്റിക് അഫെക്ഷൻസ്, അതിന് ഞാൻ സാധാരണ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ബ്രൈറ്റ് NM തന്നെ കൊടുക്കും. ബ്രൈ ആണ് കിട്ടുന്നെങ്കിൽ ബ്രൈറ്റ് NM കൊടുക്കും. പ്രസ്റ്റോക്സ് ആണെങ്കിൽ പ്രസ്റ്റോക്സ് തന്നെ കൊടുക്കും. ഹയസ്റ്റ് പൊട്ടൻസി തന്നെ. അങ്ങനെയാണ് എൻ്റെ ഒരു ഈ കാൽക്കേരിയ കാർബ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മളിപ്പോ 30 കൊടുത്തു, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പിന്നീട് അത് 1 mലേക്ക്
വണ്ണം കൊടുത്തു. ഉം. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ നമ്മളവിടെ അതാണ് ഞാൻ പറഞ്ഞുതരാം. കാൽക്കേരിയ കാർബിന്റെ ഒരു സവിശേഷത ഞാൻ പറഞ്ഞുതരാം. കാൽക്കേരിയ കാർബിന്റെ ഇപ്പൊ നമ്മുടെ നമുക്ക് ഒരു കാൽക്കേരിയ കാർബ് കുട്ടി ഒരു 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 വയസ്സോ 2 വയസ്സോ ഉള്ള ഒരു കാൽക്കേരിയ കാർബ് കുട്ടിക്ക് സാധാരണ കാൽക്കേരിയ കാർബ് കുട്ടിക്ക് വരുന്ന ഒരു സിംറ്റം ഉണ്ട്. എന്താണെന്നറിയാമോ? കുറുകുറുപ്പ് എന്ന് പറയും. അത് നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറുങ്ങലായിരിക്കും. അതുപോലെ തന്നെ സ്വെറ്റിംഗ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അവര് തന്നെ പറയും തല ഭയങ്കരമായിട്ട് വിയർക്കും ഈ കുട്ടിയുടെ. പക്ഷെ ഇങ്ങനെ ഈ കുറുങ്ങൽ വിട്ടുമാറത്തില്ല. നിങ്ങൾക്കെല്ലാം കിട്ടുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കെല്ലാം കിട്ടുന്നതാണ്. അപ്പൊ ആ സ്ഥാനത്ത് നമ്മൾ ചെയ്യേണ്ടത്, കൊച്ചു കുട്ടികളാണെങ്കിൽ ഈ ഹയർ പൊട്ടൻസി കൊടുക്കരുത്. കാൽക്കേരിയ കാർബ് 30 ഒറ്റ ഡോസ് കൊടുത്തത്, ഒറ്റ ഡോസ് പ്ലാസിബയും കൊടുത്തത്. 2-3 ദിവസം കഴിയുമ്പം നമ്മുടെ ക്ലിനിക്ക് വെച്ച് തന്നെ കൊടുക്കണം. ക്ലിനിക്ക് വെച്ച് തന്നെ 30 ഇല്ലെങ്കിൽ 0/3 ഒരു ഡോസ് അവിടെ വെച്ച് തന്നെ മിക്സ് ചെയ്ത് വായിലൊഴിച്ചു കൊടുത്തേക്കണം. പിന്നെ പ്ലാസ്മയും കൊടുക്കും. 100% ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ കുറുങ്ങൽ ഡിസപ്പിയർ ചെയ്യും. അതിനുശേഷവും പിന്നെ വരുവാണെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ 30 പൊട്ടൻസി തന്നെ 2 നേരമാക്കാം ഈ രീതിയിൽ. അങ്ങനെ ആയിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് അത് പിന്നെ നിർത്താൻ നേരം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ 200 പൊട്ടൻസി ഒരു ഡോസ് കൊടുത്ത് നിർത്താം. ഇല്ലെങ്കിൽ 0/3 കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാം. 200 വണ്ണം ഒരു 1 ഡോസ് കൊടുത്ത് നിർത്താൻ പറ്റില്ല, നിർത്താം. അത് കുറെ കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യും, അത് ന്യൂമോണിയാവും, നമ്മുടെ കന്ന് വിട്ടുപോകും. താങ്ക് യു ഡോക്ടർ. വളരെ ബിനോയ് ഡോക്ടറെ, ഹരിഹരൻ സാറ്, നമ്മളെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് സാറ് വരുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ നല്ല ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ബിനോയ് ഡോക്ടറെ തന്നെ ക്ഷണിക്കുന്നു. ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെയാണ് മയാസിംസ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ ഓരോ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ചില്ലിയാണോ ഹോട്ടാണോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നും അതിനെ ബേസ് ചെയ്ത് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്നും വളരെ വളരെ പ്രാക്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വളരെ നന്നായിട്ട് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമ്മുടെ പ്രാക്ടീഷണേഴ്സിനും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും, ഈവൻ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സിനും അത് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ IFPHന്റെയും സ്റ്റാൻഡ് പോയിന്റിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിന്റെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നും വളരെ ഹൃദയപൂർവ്വമായി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു കാര്യം കൂടെ പറയാം. നമ്മള് ഈ എനിക്ക് അടുത്ത ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ നമ്മളെ ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിഫറെന്റ് മെത്തേഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, അതായത് എല്ലാ കേസിനും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇതുപോലെ കേസ് എടുത്ത് മെഡിസിൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പറ്റത്തില്ല. അവിടെ നമ്മൾ ചില പ്രോട്ടോകോൾസ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രോട്ടോകോൾസ് മെത്തേഡ് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. 2 മിനിറ്റ് എടുക്കും. ഞാൻ 2 മിനിറ്റേ എടുക്കത്തുള്ളൂ ഡോക്ടറെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തണേ സാറേ. 31 ഇപ്പൊ തന്നെ 2 മിനിറ്റേ എടുക്കത്തുള്ളൂ. അതായത് ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയെ നമ്മുടെയൊക്കെ കൊണ്ടുവന്നു. നമുക്ക് ശരിക്കും അത് ബ്രയോണിയാണോ ജെൽസീമിയാണോ റെസ്ട്രോക്സ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ ചില കണ്ടീഷനിൽ. അങ്ങനെയുള്ള കണ്ടീഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്. അത് അങ്ങനെയുള്ള കണ്ടീഷനിൽ അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് ഈ PCODക്കും ഇങ്ങനെയുള്ള എനിക്ക് കുറച്ച് പ്രോട്ടോകോൾസ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം ഒരു 80-90% ഇഫക്റ്റീവാണ്. ഞാൻ ആ പ്രോട്ടോകോൾസ് തീർച്ചയായിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോകോൾസുമായിട്ട് സാർ തീർച്ചയായിട്ടും ഒരു ദിവസം വരണം. വന്ന് നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. ഞാനത് പറഞ്ഞു തരാം. ഫീവറിന്റെയും ബാക്കിയുള്ളതിന്റെ എല്ലാം പറഞ്ഞു. തീർച്ചയായിട്ടും സാറ് അത് തീർച്ചയായിട്ടും സാറിന് സമയമുള്ളപ്പോ എത്രയും വേഗത്തിൽ തന്നെ അങ്ങനെ ഒരു ഇന്ന് വേണോ ഇന്നിപ്പോ വേണോ ഞാൻ വേണ്ട. ഇന്ന് ഇനിയുള്ള സമയത്ത് കേട്ടാൽ നമുക്കും ടെൻഷനാണ്. കാരണം അത് എനിക്ക് ഐ ഡോണ്ട് നീഡ് എ പ്രിപ്പറേഷൻ.
എനിക്ക് വേണ്ട. പ്രിപ്പറേഷന്റെ അല്ല, ആവശ്യമില്ല. സാറിന് പ്രിപ്പറേഷൻ വേണ്ട. ഇനി നമുക്ക് എത്ര സമയമുണ്ട്? അത് വിശദമായി കേൾക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് സാർ തീർച്ചയായിട്ടും ഇനി ഒരു ദിവസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. തീർച്ചയായിട്ടും ഞാൻ വളരെ പറഞ്ഞുതരാം. വളരെ വളരെ സന്തോഷം, ഉപകാരപ്രദമായി. വളരെ സന്തോഷം. അപ്പോൾ ഇനി ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് സാർ തീർച്ചയായിട്ടും വരിക. ഇന്നത്തെ ഈ 2164 ദിവസത്തെ മലയാളം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. ഹരിഹരൻ സാറിന്റെ എല്ലാവിധ ഭാവുകങ്ങളും അടുത്ത ക്ലാസ്സിന് വരുമെന്നുള്ള പ്രതീക്ഷയിലും നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ടു എവരിബഡി താങ്ക്സ്. എന്റെ ക്ലാസ് കേട്ടതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വാസ്തവത്തിൽ എനിക്കല്ല, ഇതിന്റെ പ്രയോജനം എനിക്ക് തന്നെയാണ്. കാര്യം എനിക്കെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ശരി, പിന്നെ കാണാം. ഓക്കെ.